അതെ, ഞാനിവിടെ ഉണ്ട്. ഞാനും ഇപ്പുറത്തുണ്ട്. എന്ത് ചെയ്യുവാ? മതിലി ചാരി നിക്കുവാ. സർക്കാർ എന്ത് തെറ്റാ ചെയ്യണല്ലേ? ആന്നേ, നമ്മളെയൊക്കെ കൂടി ഒരേ ജയിലിട്ടിരുന്നെങ്കിൽ എന്തായിരുന്നല്ലേ? അതിന് നമ്മൾ നിൽക്കുന്ന സെൻട്രൽ ജയിലിലാ, അല്ലാതെ ഉടുപ്പി ലോഡ്ജിലല്ല. ചേട്ടനെ കാണാൻ എങ്ങനെ ഇരിക്കും? എന്റെ കണ്ണൊക്കെ എന്ന് പറഞ്ഞാലേ നല്ല മുന്തിരി പോലെ ഇരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ എന്റെ ചുണ്ടൊക്കെ ഇല്ലേ, വെണ്ടക്കയെന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, ചുണ്ട് ചുണ്ടെന്ന് പറഞ്ഞാലേ ഈ ഓറഞ്ച് തൊലിച്ചു പോലെ ഇരിക്കും. അപ്പൊ ചേട്ടന്റെ ചിരി എങ്ങനെ ഇരിക്കും? നല്ല തൊലിങ്ങിയ ചിരിയായിരിക്കും. ചേട്ടാ, ചേട്ടന്റെ ശരിക്കുള്ള പേരെന്താ? പേരില്ല, എന്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ല, നല്ല ആപ്പിളിന്റെ കളറാ. അതെ, ചേട്ടന്റെ പേര് ചോദിച്ചിട്ട് പറഞ്ഞില്ലല്ലോ. പേര് ഫ്രൂട്ട് സലാഡ്. അതാണ് പറ്റിയ പേര്. കാണോണ്ടാണ് ഈ മതിലപ്പുറത്ത് വരുന്നതിൽ. ചേട്ടാ, ഒരു കുപ്പി അങ്ങോട്ട് വന്നായിരുന്നാ? എന്താണ് സാധനം? എന്താണ്? അതെ, എന്റെ കൂടെ സെല്ലി കിടക്കണ കൂട്ടുകാരിയുടെ കുടിച്ചോ ക്ഷീണം മാറാൻ കഷായം ഇടത്. കഷായമാ? കൂട്ടുകാരുടെ പേര് രേഷ്മ. എങ്ങനെ? രേഷ്മ. അവിടെ കിടക്കണം. പഞ്ഞി വെക്കായിരുന്നു. അണ്ണാ, നമ്മളിവിടെ എന്തിനാ നിൽക്കുന്നത്? അണ്ണാ, ആദ്യം എങ്ങനെയും കുഴി എടുത്ത് ത്വരങ്ങ ഉണ്ടാക്കി ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള പണി നോക്ക്. അതാണ് പറഞ്ഞത്, അതിന് പണി നോക്കാൻ. അയ്യോ, ആദ്യം മണ്ണെടുക്കാനുള്ള പരിപാടി. ക്ഷീണിച്ചില്ലേ? ഇനി ഒരു കാര്യം ചെയ്യാം, ഞാൻ വെട്ടാം. നീ ഒറ്റക്ക് മാത്രം നിന്ന് പണിയണ്ട. നമ്മളിത് കുഴിക്കായിരുന്ന കുഴി മൂടായിരുന്ന അല്ല, എനിക്ക് അറിഞ്ഞൂടാ. എടാ, നമ്മളിവിടെ കുഴിക്കും, പോലീസുകാർ വന്ന് നോക്കും, അവർ നോക്കും മണ്ണിട്ട് കിളച്ചിരിക്കണോണ്ട് അവിടെ കപ്പ നടും. ഈ ജയില് മൊത്തം ഇപ്പൊ കപ്പത്തോട്ടമായിരിക്കും. ജയിലാണ് കപ്പത്തോട്ടമാണ്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടേണ്ട. രക്ഷപ്പെടണം. എന്ത് ചെയ്യുമെന്ന് നീക്കിപ്പോ രക്ഷപ്പെട്ടിട്ട് എന്താ കാര്യം? ആരതി എന്റെ കാമുകില്ലേ, അവള് ഈ അതിന്റെ വെളിയിൽ കാത്തുനിപ്പോണ്ട്. അവള് കഴിഞ്ഞ ആഴ്ച വിസിറ്റിങ്ങിന് വന്നപ്പം എന്റെ അടുത്ത് പറഞ്ഞു ഇന്ന് ചാടണമെന്ന് പറഞ്ഞു. അന്നന്ന് വീട്ടിൽ പോകേണ്ട ആഗ്രഹമൊന്നുമില്ല. എന്ത് ഭാര്യ കാണണം? എന്തിനാണ് പെണ്ണുങ്ങൾ എന്തിനു കാണണം വീട്ടിൽ? നിനക്കറിയോ, കഴിഞ്ഞ മാസം ഞാൻ കരോളിന് പോയപ്പോണ്ടല്ല. കരോളല്ല, പരോള്. പരോളിന് പോയപ്പോ ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോ വീട്ടിന്റെ മുറ്റത്ത് ഒരു ഗംഭീര പന്തല്. എന്റെ ഭാര്യ സുഖമായിട്ടിരിക്കണ്ട? എന്തായാലും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ. അതല്ലെന്ന്, പിന്നെ എന്റെ കൂട്ടുകാരെ സുഖുവിനെ കല്യാണം കഴിച്ച് അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കണം. വിട്ടില്ല, ഞാൻ അടക്കി പിടിച്ച് ഞാൻ നേരെ എന്നിട്ട് ഞാൻ ഒന്നും നോക്കിയില്ല. ആദ്യത്തെ പന്തിക്ക് തന്നെ കയറിയിരുന്ന് ഊണും കഴിച്ച് കവർ പോലും കൊടുക്കാണ്ട് ഞാൻ തിരിച്ചു പോകും. അങ്ങനെ എന്റെ കാശിന് അവൾ അങ്ങനെ ജീവിക്കണ്ട. ഇവിടെ ഇങ്ങനെ പറയും കിഴങ്ങ്. എന്നാ ഇവിടുത്തെ സിസ്റ്റമേ ശരിയല്ല. ഈ ജയിലിൽ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഇവിടുത്തെ പോലീസുകാർക്ക്? എന്ത് നോക്കിയാൽ ഒരു ആഹാരം തരുന്നത്? നല്ല ആഹാരം അണ്ണ ആലോചിക്കണം. ആഴ്ചയിൽ 3 ദിവസം മട്ടൻ, 2 ദിവസം ചിക്കൻ, 2 ദിവസം വറുത്തമീൻ, രാവിലെ മുട്ട, പാല്, വൈകുന്നേരം ചായ, ചെറുകടി. ഇങ്ങനെ ആഹാരം തന്നുകൊണ്ടെന്ന് നമ്മൾ കൊളസ്ട്രോളും പ്രഷറും കൂടി അസുഖമായി കഴിഞ്ഞാൽ ആര് സമാനം പറയും? ഇവർ സമാനം പറയോ? ഈ സർക്കാർ സമാനം പറയോ? അണ്ണ സമാനം പറയോ? പറ. നീ ഇങ്ങോട്ട് വന്ന് കേറിയപ്പോഴേ ഒരു മുരിങ്ങക്കോലിന്റെ മേളിൽ ഒരു ഉള്ളി കുത്തിവെച്ച പോലെയാണ് നീ ഇവിടെ വന്നത്. ഇപ്പൊ ബലൂൺ വീർപ്പിച്ച പോലെയാണ് നീ ഇവിടെ നിൽക്കുന്നത്. മനസ്സിലായല്ല? ഇത് ഈ ആഹാരം കഴിച്ചോണ്ടാണ്. ഇടാ, നമ്മൾ ഈ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ ജനം തിരിച്ചറിയരുത്. സെലിബ്രിറ്റിയാണ് നമ്മള്. അതല്ലേ, അതിനാണ് ഇങ്ങനത്തെ ഫുഡൊക്കെ തരുന്നത്. ഇതൊന്നും നോക്കണ്ട, നമ്മൾ നേരെ തോണ്ടി തുറക്കെടുത്ത് പോകുന്നു. അപ്പൊ നമുക്ക് ബാക്കി കാര്യം നമുക്ക് തുടങ്ങാം. അയ്യോ, പണി തുടങ്ങണ. മറക്കത് സാധനം എടുത്ത് എന്തുവാ നിന്റെ കയ്യിലെന്തുവാ? ഇതാ, ഇത് മണ്ണെന്തിനാ അടുത്ത് കൈ വെച്ചിരിക്കണേ? കൈ ഇങ്ങനെ വെച്ചിരിക്കണല്ലേ, ഇതുകൊണ്ട് മണ്ണപ്പം ചുടാമോ എന്ന്. ഓഹോ, മണ്ണപ്പം ചുടാ. നീ ആരുടെ അഴകിരാമല്ലേ? എന്തുവാ ഇവിടെ? എന്തുവാ നിന്റെ പേരെന്തുവാ? സന്തോഷം. നിന്റെ മുഖത്ത് അത്രയ്ക്കുള്ള സന്തോഷമൊന്നും ഇല്ലല്ലോടാ. ആർക്ക് സന്തോഷം കാണുന്നു സാറേ? എവിടാ നിന്റെ വീട്? പാലക്കാട്. എവിടെ? വിക്ടോറിയ കോളേജിന്റെ ബാക്കില്. നീ ഭീമന്റെ കൂടെ കളിക്കുവാ? ശിലയിൽ നിന്ന് ഊരി. കേട്ടിട്ടില്ലേ? ശിലയിൽ നിന്നും ഉരുകവേ. അതായിരുന്നു അവന്റെ അവസ്ഥ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ? ഇല്ല. ആഗസ്റ്റ് 15. ആഗസ്റ്റ് 15 പ്രത്യേകം എന്തോടാ? പായസം കൊടുക്കുന്ന ദിവസമല്ലേ? പായസം കൊടുക്കുന്ന ദിവസമോ? അഷ്ടമി രോഹിണിയോ? ബക്രീദോ? ഈസ്റ്ററോ? ക്രിസ്മസിൽ ഉറപ്പിക്കാം സാറേ. ആഗസ്റ്റ് 15 എന്ന് പറഞ്ഞ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിനം.
ഈ ജയിലിൽ കിടക്കണം നമ്മളിതൊക്കെ അങ്ങനെ അറിയും. എന്ത്? ഈ പുറത്ത് നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സാറ് പറയുന്നുണ്ടോ? എന്തുവാ? പറയുന്നുണ്ടോ? ഇവിടെ ഒരു പത്രം ഉണ്ടോ? ഒരു റേഡിയോ ഉണ്ടോ? ഒരു ടി വി ഉണ്ടോ? ഒരു മൊബൈൽ ഉണ്ടോ? ഒരു കാര്യം നിങ്ങൾ പറയാറില്ലല്ലോ. അധികം വിളച്ചില് വേണ്ട കേട്ടാ. അതൊന്നും പറ, ഇന്നലെ വരെ കാണാത്തൊരു പാറ അവിടെ ഇരിക്കണത്. അത് രാവിലെ അണ്ണൻ മൂത്രം ഒഴിച്ചപ്പോ വീണത്. മൂത്രത്തിൽ കല്ലുണ്ടായിരുന്നു. ഒരു ദിവസം നിനക്ക് മൂത്രം ഒഴിക്കുമ്പോ ഇത്രേ ഒരു കല്ലാണെങ്കിൽ ഡെയിലി മൂത്രം ഒഴിച്ച് ഇവിടെ സഹ്യപർവ്വതമായി മാറുമല്ലോടാ. മര്യാദക്കാണെങ്കിൽ മര്യാദ കേട്ടാ പറഞ്ഞ. ആ എടാ നീ ഇപ്പൊ നമ്മൾ കൂടുതൽ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടാനുള്ള പരിപാടി നോക്കാം നമുക്ക്. പിന്നെ ഞാൻ നിങ്ങളുടെ ഇന്നാളെ ഒരു കാര്യം ചോദിക്കണം പറഞ്ഞിട്ട്. പറഞ്ഞോ. നിങ്ങൾ എന്ത് കേസിലാണ് ഇവിടെ വന്നത്? അത് പറയുകയാണെങ്കിൽ ഇന്നൊന്നും തീരെയല്ല സുഹൃത്തേ. പറയോ. ഒരു ചെറിയൊരു കേസ് കിട്ടാണ്. എന്ത് കേസ്? ഒരു കോമഡി ഷോ ചെയ്തു ഞാൻ. കോമഡി ഷോ ചെയ്യാൻ ജയിലിൽ പിടിച്ചോ ആരെങ്കിലും? അങ്ങനെ ഇടിയല്ല, പക്ഷെ ഇട്ടു. ഞാനത് ചെയ്തപ്പോ ചെയ്തു കൊണ്ടോ. അതെന്ത് സംഭവം എന്താണ്? ഞാൻ പാലക്കാട് ജയിലിൽ അവിടുത്തെ സൂപ്രണ്ട് ശശി സാർ പിരിഞ്ഞു പോയായിരുന്നു. അപ്പൊ എന്റെ ഒരു വൺ മാൻ ഷോ അവിടെ വെച്ച്. വൺ മാൻ ഷോ വെച്ചപ്പോ ഞാനെന്ന് പറഞ്ഞാൽ പാട്ട് പാടും, മിമിക്രി ചെയ്യും, ഫിഗർ ഷോ. ഫിഗർ ഷോ ഉണ്ടാ? ഏത് ഫിഗർ? ഫിഗർ മോഹൻലാലാണ്. ലാലേട്ടന്റെ ഫിഗർ ലൂസിഫർ. ഒരു രക്ഷയില്ല ഞാൻ ചെയ്യണത്. ഫിഗർ പിടിച്ചാണ്. നീ തിരിഞ്ഞേക്ക്. തിരിഞ്ഞു ഞാൻ പറയുമ്പോൾ കേട്ടാ. തിരിയട്ടാ. വാ. ഞാൻ അങ്ങോട്ട് ചെന്ന് ആദ്യം ഒരു സ്റ്റാർ വീക്കല്ലെന്ന് വെച്ച് അവിടുത്തെ സൂപ്രണ്ട് അവിടെ ഇരിക്കുക. ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് രാജംബിദേവിനെ ഒന്ന് വെച്ച് കീച്ചി. രാജുവിന്റെ വോയിസ് വെച്ച് കീച്ചി. എങ്ങനെയായിരുന്നു? നേരെ അങ്ങോട്ട് ചെന്നിട്ട് എടാ കഴിവേരിക്ക മകനെ എന്നൊരു വിളി. സൂപ്രണ്ടിന്റെ അടുത്താ? സൂപ്രണ്ട്. എന്നിട്ട് പുള്ളി ഇങ്ങനെ ഒന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ബാലകൃഷ്ണ സാർ ചൂടാണെങ്കിൽ ഓയ്യോ ഒരു രക്ഷയില്ല. പുള്ളിയുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ സംഭവിച്ചു. ഏത്? മാമുക്കോയ ഇഷ്ടപ്പെടും എല്ലാവർക്കും. ഞാൻ പറഞ്ഞു ബാലകൃഷ്ണ കള്ള നായിന്റെ മോന് എന്നൊരു വിളി. ഇങ്ങനെ കാണിച്ച് കൊള്ളാന്നായിരുന്നാ? അങ്ങനെയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇതിന് ശേഷം ഞാൻ ലൂസിഫറിലേക്ക് കടന്നു. എന്റെ ഫിഗർ ഷോയിലേക്ക് വന്നു. എന്റെ കൊച്ചിനെ തുടരാ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു പോലീസുകാരനെ വേണം. ഞാൻ DGP നേരെ സെറ്റ് ചെയ്ത് DGP മതിലെ അങ്ങോട്ട് ചാരി നിർത്തി. ഒരു കറക്കം അങ്ങോട്ട് കറങ്ങി ഒരു ഒറ്റ ചവിട്ട് വിറ്റേ പിടിച്ച് ഞാൻ ഇങ്ങനെ തോന്നി, നിന്റെ തന്തയല്ല എന്റെ തന്ത. എന്നിട്ട് പിന്നെ എനിക്ക് ഓർമ്മ നോക്കുമ്പോ ഞാൻ സെൻട്രൽ ജയിലിനകത്താ. സംഭവിച്ചു. നമ്മളിനി പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. നമ്മൾ രക്ഷപ്പെടാനുള്ള പരിപാടി നോക്കുക. ഞാൻ നോക്കട്ടെ. പിന്നെ ഞാൻ അവിടെ ചെന്ന് ഒരു സിഗ്നൽ തന്നിട്ട് ഞാൻ അകത്തോട്ട് കയറാവും. രണ്ടുപേരും ജാമായി പോകും. അയ്യോ, അങ്ങനെ ഒരുത്തരെങ്കിലും ഇവിടുന്ന് ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന്റെ ഒരു സമാധാനം എനിക്ക് കിട്ടി. എന്താടാ നീ കരുതി? കേരള പോലീസ് വെറും അങ്ങ് ഊളകളാന്ന് കരുതി. അവളെന്നെ തേച്ചെണ്ണ. ഞാൻ ചെന്നപ്പോഴേ അവളൊരു ക്യാമറ ആയിട്ട് നിക്കണ്. അവളെ യൂട്യൂബ് ചാനൽ ഇടാൻ ഒരാള് ജയിൽ ചാടുന്നത് എങ്ങനെയാണെന്ന് ലൈവായിട്ട് കാണിച്ചിട്ട് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാണ്ട് സാറ് വന്നൊക്കെ പോക്കി. എടാ ഞാൻ നിന്നോടൊക്കെ ആദ്യമേ പറഞ്ഞായിരുന്നോ ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണെന്ന്. നല്ല നടപ്പനുസരിച്ച് ഒരുത്തരെ ജയിലിൽ നിന്ന് പുറത്തു വിടുമെന്നുള്ള കാര്യം നിനക്കൊക്കെ അറിയാമായിരുന്നു. അതാരാന്നാ നീ കരുതിയത്? അത് നീയായിരുന്നു. എടാ ഇനി നീ വിചാരിച്ചാ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. ഇനി ജയിലിടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും നീ പുറം ലോകം കാണില്ല മോനെ. സർലടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.